തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. ഉത്തരവിൽ ആന്റണി രാജുവിനും ജോസിനുമെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. കോടതി ഉത്തരവില്ലാതെയാണ് തൊണ്ടിമുതൽ ജോസ് ആന്റണി രാജുവിനെ നൽകിയത്. കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടിമുതൽ ഏറ്റുവാങ്ങിവെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. നിയമബോധമുള്ള ഇവർ ചെയ്തത് നിസ്സാര കുറ്റമായി കാണാനാകില്ലെന്നും കോടതി. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത്? ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ശിക്ഷിക്കപ്പെട്ട 1-2 പ്രതികൾ, അതായത് കോടതിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ക്ലർക്കായിരുന്ന ജോസിനെതിരെയും മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായിട്ടുള്ള ആന്റണി രാജുവിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ആന്റണി രാജു അഭിഭാഷകനും ഒന്നാം പ്രതിയായിട്ടുള്ള ജോസ് കോടതിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു. അപ്പോൾ രണ്ടുപേരും നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ, അതായത് കോടതിയുടെ ഭാഗമായിട്ടുള്ളവരായിരുന്നു ഈ രണ്ടുപേരും. അപ്പോൾ കുറ്റകൃത്യത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ടുപേരും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് തൊണ്ടിമുതൽ കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ തൊണ്ടിമുതൽ കൈമാറിയിരിക്കുന്നത്. കോടതിയിലെ അനുമതി ഇല്ലാതെയാണ് തനിക്ക് കൈമാറുന്നതെന്ന് അറിഞ്ഞിട്ടും ആന്റണി രാജു, ഒരു അഭിഭാഷകനായ ആന്റണി രാജു, ഇത് കൈപ്പറ്റുന്നതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് കോടതിയുടെ ഉത്തരവില്ലാതെ ഈ തൊണ്ടിമുതൽ അവിടെ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആ തൊണ്ടിമുതലാണ് പിന്നീട് കൃത്രിമം കാണിച്ചത്. അതായത് അടിവസ്ത്രമായിട്ടുള്ള തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച് അതിന്റെ സൈസ് തന്നെ ചെറുതാക്കി കോടതിയിൽ പിന്നീട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതി ഈ ഉത്തരവിൽ പറയുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് നിയമബോധമുള്ള 2 പേർ ചെയ്ത കുറ്റകൃത്യം. അതാണ് കോടതി എടുത്തെടുത്ത് ഈ ഉത്തരവിന്റെ പല ഭാഗങ്ങളായി പറഞ്ഞിട്ടുള്ളത്. അതായത് കോടതിയിൽ എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ ഉള്ള ഒരു തൊണ്ടിമുതൽ അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഭവിഷ്യത്തെന്ന് നേരിട്ട് അറിയാമെന്നുള്ള 2 പേർ തന്നെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയത്. അതുമാത്രമല്ല, ഗൂഢാലോചനയ്ക്ക് ഇവർ രണ്ടുപേരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിനുള്ള തെളിവ് കൂടി കണ്ടെത്തിയതായി കൂടി കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. താൻ നിരപരാധി എന്ന് ആന്റണി രാജു വാദിച്ചതിന് നേരെ വിപരീതമായിട്ടാണല്ലോ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പൂജ തന്നെയാണ്. കാരണം ഇന്ന് ഈ കോടതി ഉച്ചയ്ക്ക് 11 മണിയോട് കൂടിയാണ് ഈ തൊണ്ടിമുതൽ കൃത്രിമം കാണിച്ച കേസുമായി ബന്ധപ്പെട്ട ആന്റണി രാജുവും ജോസും 1-2 പ്രതികളായി കോടതി ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പിന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വിധി വന്നതെങ്കിൽ, ശിക്ഷാവിധി വന്നെങ്കിൽ പോലും ഈ രണ്ടുപേരും കുറ്റവാളികളായി കോടതി കണ്ടെത്തി. ആ സമയത്ത് ആന്റണി രാജു പുറത്തേക്ക് വന്ന സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, താൻ നിരപരാധിയാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവിൽ വീണ്ടും ഈ കേസ് കൊണ്ടുവരികയും തന്നെ പ്രതിയാക്കുകയും ചെയ്തതെന്നാണ് ആന്റണി രാജു ആ ഒരു സമയത്ത് പോലും പറയുന്നത്. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിയമബോധമുള്ള 2 പേർ ചെയ്ത ഒരു കുറ്റകൃത്യം. അതായത് സാധാരണഗതിയിൽ ഇത് കോടതിയുമായി ബന്ധമില്ല, ഒരു അഭിഭാഷകനല്ല, ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനല്ല ഈ ഒരു തെറ്റ് ചെയ്തെങ്കിൽ പോലും അതിൽ ഇത്രയും ഇല്ല. കാരണം സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നയാൾ അത് മറയ്ക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു കുറ്റവാളിയാണ്. ഒരു കുറ്റവാളി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് അറിയാമുള്ള, ഒരു ഉത്തമമായ ബോധ്യമുള്ള, നിയമത്തെ അറിയാമെന്നുള്ള 2 പേർ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം കൂടി കോടതി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിൽ നിയമബോധമുള്ള 2 പേർ ചെയ്ത കുറ്റമായതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യമുള്ളത്. ഈ കേസുമായി കുറ്റമാണെന്ന് അറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.